ഓക്കെ, ഇനിയിപ്പം നമുക്ക് പഠിക്കാനുള്ളത് കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിന് താഴെ വരുന്ന കുറച്ച് ടോപ്പിക്കുകളാണ്. അപ്പം ഹെഡിങ് എഴുതാം, കണ്ടക്ടൻസ് ഓഫ് കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ. അതായത് ഇലക്ട്രോലിറ്റിക് സൊല്യൂഷനകത്ത് നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആസിഡ് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും, ബേസ് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ സോൾട്ട് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും. അതായത് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്ന ലിക്വിഡ് ഫോമിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. കണ്ടക്ടേഴ്സ് ഏതെങ്കിലും രണ്ട് ടൈപ്പ് ഉണ്ട്, ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് ഉണ്ട്. ഇലക്ട്രോണിക് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ച സോളിഡ് മെറ്റൽ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ സോളിഡ് കണ്ടക്ടേഴ്സ്, അതാണ് നമ്മൾ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിനകത്ത് നമ്മൾ എന്താണ് സൊല്യൂഷന്റെ കറണ്ട് കണ്ടക്ടിവിറ്റിയെയും റെസിസ്റ്റിവിറ്റിയെയും പറ്റിയൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇലക്ട്രോണിക് കണ്ടക്ടറിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ അത് പഠിക്കുന്നില്ല, ഇമ്പോർട്ടന്റ് അല്ല. അപ്പം നമുക്ക് ഒരു ഡോട്ട് ഇട്ട് ഇങ്ങനെ എഴുതാം, കണ്ടക്ടേഴ്സ് are of two types. ഒന്ന് ഇലക്ട്രോണിക് കണ്ടക്ടറും അടുത്തത് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടറുമാണ്. ഇലക്ട്രോലിറ്റിക് കണ്ടക്ടറുമാണ്. അതിൽ നമ്മൾ ഇലക്ട്രോലിറ്റിക് കണ്ടക്ടറിനെ പറ്റി മാത്രമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഇലക്ട്രോണിക് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് കറണ്ട് കടത്തി വിടുമ്പോൾ ഡീകമ്പോസ് ചെയ്യാത്ത കണ്ടക്ടറാണ് ഇലക്ട്രോണിക് കണ്ടക്ടർ. ഇപ്പൊ നമ്മൾ ഒരു മെറ്റൽ ഒരു ബോർഡിനകത്തൂടെ നമ്മൾ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുക, അത് ഡീകമ്പോസ് ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ അത് അതിന്റെ അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ലല്ലോ. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ ഒരു NaCl സൊല്യൂഷനകത്തൂടെ കറണ്ട് കടത്തി വിട്ടാൽ അതിൽ Na+ Cl- ആയിട്ട് മാറുന്നുണ്ടാവും. അപ്പൊ അതാണ് എന്താണ് ഇലക്ട്രിക് കണ്ടക്ടറും ഇലക്ട്രോണിക് കണ്ടക്ടറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഇലക്ട്രോണിക് കണ്ടക്ടറിനെ പറ്റി തൽക്കാലം പറയുന്നില്ല, ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഒരു ഡോട്ട് ഇട്ട് എഴുതാം, ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് which decomposes during the conduction of current. അത് എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ആസിഡ് എടുക്കാം, അതേപോലെ തന്നെ ബേസ് എടുക്കാം, അതേപോലെ തന്നെ സോൾട്ട് എടുക്കാം. അടുത്തത് ഈ ഇലക്ട്രോലിറ്റിക് കണ്ടക്ടറിന്റെ കണ്ടക്ഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതും ഇമ്പോർട്ടന്റ് ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടിവിറ്റി. അതിൽ ഒന്നാമത്തേത് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്. നമുക്കറിയാം, ഇപ്പൊ ZnSO4 ഇലക്ട്രോലൈറ്റ്, അതിന്റെ സ്വഭാവം പോലാണോ CuSO4 ഉള്ളത്? അല്ല, വ്യത്യാസം ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെ രണ്ടാമത്തേത് സൈസ് ഓഫ് ions and their solvation. നമ്മളിപ്പോ NaCl എടുത്തിട്ട് NaCl-നകത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ NaCl സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്തുള്ള ഇത് കടത്തി വിട്ട് കഴിഞ്ഞാൽ കറണ്ട് കടന്നു പോകും. അത് Na+ Cl- ആവും. അത് അതിന്റെ ഡിസോസിയേഷൻ തീരുമാനിക്കുന്നത് അതിന്റെ അയോൺസിന്റെ സൈസ് ഒക്കെ വെച്ചിട്ടാണ്. പിന്നെ ഈ സോൾവേഷൻ മീൻസ് അതിനകത്ത് അലിയുക, അതായത് വെള്ളം ഒഴിക്കുമ്പോൾ അതിനകത്ത് അലിയുന്നതിനെയാണ് നമ്മൾ സോൾവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സോൾവേഷനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടിവിറ്റി. ഓക്കെ, മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് സോൾവെന്റ് ആൻഡ് ഇറ്റ്സ് വിസ്കോസിറ്റി ആണ്. നേച്ചർ ഓഫ് സോൾവെന്റ്, നമ്മൾ ആഡ് ചെയ്യുന്ന സോൾവെന്റിന്റെ നേച്ചറും അതിന്റെ വിസ്കോസിറ്റിയും, അതിന്റെ കൊഴുപ്പ്, വിസ്കോസിറ്റി. എന്ന് പറയാൻ അറിയില്ല, ആ ഒരു ഇപ്പം വാട്ടറും എണ്ണയും തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ എണ്ണ ഒരു വിസ്കസ് ഫ്ലൂയിഡ്, വാട്ടറിനേക്കാളും വിസ്കോസിറ്റി കൂടുതലാണ് എന്താ
എണ്ണയ്ക്ക് എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഓക്കെ, അതേപോലെ തന്നെ നാലാമത്തേത് നമുക്ക് പഠിക്കാനുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് എന്താ, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. കോൺസെൻട്രേഷൻ, ആ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് അതിന്റെ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് അതിന്റെ കണ്ടക്ടിവിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും. പിന്നെ അഞ്ചാമത്തേത് ടെമ്പറേച്ചർ. ഇനി ഈ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇലക്ട്രോലൈറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം, there are two types of electrolytes. ഒന്ന് എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ഇലക്ട്രോലൈറ്റ് വിച്ച് കംപ്ലീറ്റ്ലി, അതായത് ഇങ്ങനെ എഴുതാം, ഹൈഫൻ ഇട്ടിട്ട് സൊല്യൂഷൻ that completely ionize in ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ മതി, സൊല്യൂഷൻ ദാറ്റ് കംപ്ലീറ്റ്ലി അയണൈസ് ഇൻ എന്താണ്, വാട്ടറോ അല്ലെങ്കിൽ ഇതാണ് ഇലക്ട്രോലൈറ്റ്സ് എന്നാണ്. ഇലക്ട്രോലൈറ്റ്സ് ദാറ്റ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ഇൻ അക്വസ് സൊല്യൂഷൻ. അങ്ങനെ ഇലക്ട്രോലൈറ്റ്സ് that completely ionize in aqueous solution. അല്ലെങ്കിൽ aqueous state എന്നോ solution എന്നോ എഴുതാം. അത് എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രോങ് ആസിഡ് എല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. സ്ട്രോങ് ആസിഡ്, അതേപോലെ തന്നെ സ്ട്രോങ് ബേസ്, അതേപോലെ തന്നെ സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസ്, അതേപോലെ തന്നെ സോൾട്ട്. പല സോൾട്ടുകളും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. രണ്ടെണ്ണം എഴുതിയിട്ട് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇത് ഇലക്ട്രോലൈറ്റ്സ് that partially ionize in aqueous solution. അത് എക്സാമ്പിൾ വീക്ക് ആസിഡ് എല്ലാം വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. വീക്ക് ആസിഡ്, അതേപോലെ വീക്ക് ബേസ്, അവിടെയും ചില സോൾട്ടുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇലക്ട്രോണിക് കണ്ടക്ടറിന് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും അതേപോലെ തന്നെ കണ്ടക്ടിവിറ്റിയും കണ്ടക്ടൻസും ഉള്ളതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് ലിക്വിഡ് ഫോമിലുള്ള കണ്ടക്ടേഴ്സിനും റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടൻസും കണ്ടക്ടിവിറ്റിയും ഒക്കെ ഉണ്ടാവും. അതിന്റെ ഇക്വേഷൻ മറ്റേതിന്റെ ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ അവിടെ കുറച്ച് കോൺട്രഡിക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതെന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് അതിന്റെ ഇക്വേഷൻസ് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അതായത് ഒരു ഡോട്ട് ഇട്ടിട്ട് റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R is equal to എന്താ? R is equal to rho L by A ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? റെസിസ്റ്റിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് എന്താണ്? അത് rho is equal to എന്താ? RA by L ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ
ഇതിന്റെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് കൂടെ ഇതിന്റെ സൈഡിൽ എഴുതി പോയെ. യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസിന്റെ ഓം ആണ്. ഓം. അതേപോലെ തന്നെ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. ഓം മീറ്റർ. അതേപോലെ തന്നെ കണ്ടക്ടിവിറ്റി, ഇതിന്റെ യൂണിറ്റ് പഠിച്ചോണം. കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി അല്ല, കണ്ടക്ടൻസ് ആണ്. ആദ്യം കണ്ടക്ടൻസ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. കണ്ടക്ടൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് G വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. G എന്താ? 1/R ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ 1/ρL/A എന്ന് എഴുതാം. 1 റെസിസ്റ്റൻസിന്റെ ρL/A ആണ്. അവിടുന്ന് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ G A/ρL എന്ന് കിട്ടും. ഇതായിരിക്കും കണ്ടക്ടൻസിന്റെ ഇക്വേഷൻ. കണ്ടക്ടൻസിന്റെ ഇക്വേഷൻ എന്താണ്? ഓം റൈസ് ടു -1. ഇക്വേഷൻ അല്ല, യൂണിറ്റ് ഓം റൈസ് ടു -1 എന്നാണ്. യൂണിറ്റ് ഓം റൈസ് ടു -1 അഥവാ അതിനെ നമ്മൾ ഓം റൈസ് ടു -1 നമ്മൾ സീമെൻസ് എന്ന് വിളിക്കും. SIEMENS എന്ന് വിളിക്കും. അതേപോലെ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയുടെ സിമ്പിൾ നമ്മൾ എന്താണ് കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്ത് പഠിച്ചത് സിഗ്മയാണ്. ഇവിടെ കാപ്പ എന്നാണ് പറയുന്നത്. K = 1 എന്താ എഴുതാം? 1/ρ എഴുതാം. അപ്പൊ ഓൾറെഡി റോയ്ക്ക് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എന്താ? RA/L ഉണ്ട്. എന്താ? L/RA എന്ന് വരും. L/RA എന്ന് വരും. അത് എന്താ? അതിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്താ റെസിസ്റ്റിവിറ്റിയുടെ ഓം മീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഓം റേസ് ടു -1 മീറ്റർ റേസ് ടു -1 എന്ന് വരും. മീറ്റർ റേസ് ടു -1 എന്ന് വരും. അതിന്റെ വേറൊരു പേര് നമുക്ക് സീമെൻസ് മീറ്റർ റേസ് ടു -1. കാരണം ഓം റേസ് ടു -1 നമ്മൾ സീമെൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ കൂടെ മീറ്റർ റേസ് ടു -1 എഴുതിയാൽ മതി. ഓർ STIME സീമെൻസ് മീറ്റർ റേസ് ടു -1 എന്ന് പറയും. ചെറുതാക്കാം, ഇത്ര എഴുതിയിരിക്കും. Sir, there are two types of electrolysis കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നോട്ട്സ് മിസ്സായി. There are two types of electrolytes കഴിഞ്ഞിട്ട് ഈ ഭാഗം. അതിന്റെ മണ്ടയ്ക്ക്. There are two types of electrolytes ഈ ഭാഗം. മറ്റേത് there are two types of conductors are. Conductors are of two types. Mold. Electrolytes ഈ ഭാഗം.
ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ആ രണ്ട് ഇക്വേഷൻ അങ്ങ് തരാമെന്ന് എഴുതിയിട്ട്, ഒന്നെന്ന് പറയുന്നത് ശരിക്കും കണ്ടക്ടിവിറ്റി രണ്ട് രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്ന് ഇക്വാലന്റ് കണ്ടക്ടിവിറ്റി ഉണ്ട്, മോളാർ കണ്ടക്ടിവിറ്റി ഉണ്ട്. അപ്പൊ ഒരു ഡോട്ട് ഇട്ടിട്ട് ലാംഡ ഇക്വാലന്റ് കണ്ടക്ടിവിറ്റി എന്ന് എഴുതുക. ഇക്വാലന്റ് കണ്ടക്ടിവിറ്റി ഇക്വാലന്റ് കണ്ടക്ടിവിറ്റിയെ നമുക്ക് ലാംഡ ഇ ക്യൂ എന്നാണ് എഴുതുന്നത്. അത് പണ്ടെപ്പോഴല്ല ഇടയ്ക്ക് എപ്പോഴോ ഒരു മാർക്കിന് ഇതിന്റെ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് തരുന്നത്. കെ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ നോർമാലിറ്റി. നോർമാലിറ്റിയെ പറ്റി ഒന്നും നമുക്ക് പഠിക്കാനില്ല, ചോദിച്ചുകൊണ്ട് അത് തരുമോ. നമുക്ക് പഠിക്കാനുള്ളത് ഈ ഇക്വേഷൻ ആണ്, മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ, മോളാർ കണ്ടക്ടിവിറ്റിയുടെ സിമ്പൽ ലാംഡ എം ആണ്. അത് കെ ഇൻറ്റു 1000 ഡിവൈഡ് ബൈ എന്താ, മൊളാരിറ്റിയാണ്. കെ ഇൻറ്റു 1000 ഡിവൈഡ് ബൈ മൊളാരിറ്റി. ഓക്കെ, ഇനി മോളാർ കണ്ടക്ടിവിറ്റി എന്ന് ഒരു ഹെഡിങ് കൊടുക്കുക. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് ഒരു ഹെഡിങ് കൊടുക്കുക. അതിനെ നമ്മൾ ലാംഡ എം എന്ന് എഴുതാം. ലാംഡ എം. It is defined as the conducting power of an electrolyte conducting power of an electrolyte placed between two electrodes with area of cross section A and distance of 1 centimeter. ഈ യൂണിറ്റും ഓർത്ത് വെച്ചേക്കണം. ഇതിന്റെ യൂണിറ്റ് സീമെൻസ് മീറ്റർ സ്ക്വയർ മോൾ റേസ് മൈനസ് 1 ആണ്. അതായത് എസ് മീറ്റർ സ്ക്വയർ മോൾ റേസ് ടു മൈനസ് 1. ഇതാണ് അതിന്റെ യൂണിറ്റ്, മോളാർ കണ്ടക്ടിവിറ്റി. അതായത് ഒന്നുമില്ല, ഒരു മോൾ ഇതിനകത്ത് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്, 1 മോൾ വന്നിട്ടില്ലല്ലോ. It is defined as the conducting power of an electrolyte, conducting power of all the ions ആണ്, all the ions produced by dissolving 1 mole of an electrolyte. അങ്ങനെയാണ്. അതായത് ഇവിടെ conducting power of an കഴിഞ്ഞിട്ട് അല്ല, conducting power of all എന്ന് കൊടുത്തിട്ട് all ഒരു ആരോ കൊടുത്തിട്ട് മുകളിൽ all the ions produced by dissolving 1 mole dissolving 1 mole of an electrolyte of 1 mole of an electrolyte. ഒന്നുമില്ല, ഒരു മോൾ ഇലക്ട്രോലൈറ്റ് എടുക്കുക. അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കണ്ടക്ടിവിറ്റി ഇതാക്കാൻ വേണ്ടി ഒരു കണ്ടക്ടിവിറ്റി സെൽ നീ പഠിപ്പിക്കാൻ പോകുന്നത്.
അതിനകത്താണ് നമ്മൾ 2 ഇലക്ട്രോഡ് ഇറക്കി വെച്ചിട്ട് ആ 2 ഇലക്ട്രോഡിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 1 സെന്റിമീറ്ററും അതിനിടയിലുള്ള ഇലക്ട്രോലൈറ്റിന്റെ ഏരിയ എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എയും ആണെങ്കിൽ ഒന്നുമില്ല, സിംപ്ലി പറയുകയാണെങ്കിൽ 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി ആണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി ആണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. എന്താണെന്നറിയാമോ, നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ, അതായത് കണ്ടക്ടറിന്റെ ഒരു സോളിഡ് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് നമുക്ക് വീസ്റ്റൺ ബ്രിഡ്ജിന്റെ സഹായത്തോടു കൂടി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു ലിക്വിഡ് കണ്ടക്ടറിന്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റിന്റെ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പൊ നിങ്ങൾ പറയും ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കണം, R=ρLA. ഈ ലിക്വിഡിന്റെ ലെങ്ത് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ലിക്വിഡിന്റെ ഏരിയ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നത്? അപ്പൊ അങ്ങനെയൊക്കെ ഒരു കുറെ പ്രശ്നങ്ങൾ ഈ ലിക്വിഡിന്റെ റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും കണ്ടക്ടൻസും റെസിസ്റ്റൻസും ഒക്കെ കണ്ടുപിടിക്കുന്നതിനകത്തുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ 2-3 എക്സ്ട്രാ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം അടുത്ത ഹെഡിങ്ങിനകത്ത് നമ്മൾ അത് പറയുന്നുണ്ട്. അതിനകത്ത് എഴുതുന്നത് മെഷർമെന്റ് ഓഫ് ദ കണ്ടക്ടിവിറ്റി measurement of the conductivity and resistance of ionic solution. And ഒരു ഡോട്ട് ഇട്ട് എഴുതുന്നത് accurate measurement of an unknown resistance can be performed on a Wheatstone bridge. ശരിയല്ലേ? നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് പഠിച്ചത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ്, സോളിഡ് കണ്ടക്ടറിന്റെ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ഇൻ കേസ് ഓഫ് എ ലിക്വിഡ് കണ്ടക്ടർ, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ എങ്ങനെയാണ് ഈ ഇലക്ട്രോലൈറ്റിനെ എങ്ങനെയാണ് അതിന്റെ ഒരു ആമി കൊണ്ട് കണക്ട് ചെയ്യുന്നത്? നമുക്കറിയാം, ഇപ്പം വീസ്റ്റൺ ബ്രിഡ്ജിന്റെ കേസിൽ നമ്മൾ ഇങ്ങനെയാണ് അതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഉണ്ടായിരുന്നെന്നുള്ളത് നമുക്കറിയാം. റഫായിട്ടാണ് വരയ്ക്കുന്നത്. ഇവിടെ സെല്ല് ഇങ്ങനെയാണ് വീസ്റ്റൺ ബ്രിഡ്ജ് ഇരുന്നത്. അപ്പൊ അതിന്റെ ഇത് P, ഇത് Q, ഇത് R, ഇത് S ആയിരുന്നു. ഈ Q ആയിരുന്നു അൺനോൺ. അപ്പൊ അതിനെ തന്നെ ഈ ടെർമിനലുമായിട്ട് എന്ത് ചെയ്തു, കൊണ്ട് കണക്ട് ചെയ്തു. എനിക്ക് ഏത് റെസിസ്റ്റൻസിനെയാണോ കണ്ടുപിടിക്കേണ്ടത്, ഇപ്പം എനിക്ക് തന്നെ ഇങ്ങനെ ഒരു വയറിന്റെ റെസിസ്റ്റൻസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ വയറിനെ തന്നെ ഈ ടെർമിനലിന്റെ ഇടയ്ക്ക് കൊണ്ട് ഇവിടെ കൊണ്ട് കണക്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഇതിനെ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് കിട്ടും. പക്ഷേ ഇവിടെ വെള്ളം എങ്ങനെ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള കണ്ടക്ടറിനെ എങ്ങനെ ഇവിടെ കൊണ്ട് കണക്ട് ചെയ്യും, അത് ഒരു ചോദ്യമായിരുന്നു. അപ്പം അത് നമുക്ക് ചുമ്മാ ഒരു വെള്ളം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വെക്കാൻ പറ്റില്ല. വെള്ളം ചുമ്മാ ഈ അതിന്റെ എന്താണ് അറ്റം, അതായത് ഈ സൈഡിന്റെ അറ്റം കൊണ്ടുപോയിട്ട് നമ്മളൊരു ഇലക്ട്രോലൈറ്റിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വയർ വെച്ച് ഇങ്ങനെ മുക്കിയിടാനൊന്നും പറ്റത്തില്ല. അപ്പം ആ ഒരു പ്രശ്നം, അങ്ങനെ മുക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഈ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? അതൊക്കെ പോട്ടെ, ഇതിന്റെ എന്താണ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി സയന്റിസ്റ്റ് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടിവിറ്റി സെൽ എന്ന് പറയുന്ന ഒരു സെല്ല് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനകത്ത് 2 ഇലക്ട്രോഡ് മുക്കിയിട്ടിട്ട് അതിനകത്ത് ഏത് ഇലക്ട്രോലൈറ്റിന്റെ ആണോ
കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റൻസും ഒക്കെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. അത് ഒഴിച്ചിട്ട് ആ ഇലക്ട്രോലൈറ്റ് ആ കണ്ടക്ടിവിറ്റി സെല്ലിൽ നിന്നാണ് നമ്മുടെ ഈ വീസ്റ്റം ബ്രിഡ്ജിന്റെ ആ കണ്ടുപിടിക്കേണ്ട ആമിലോട്ട് വയർ വഴി കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൃത്യം റീഡിങ് കിട്ടി. അപ്പം അത് അപ്പം നിങ്ങൾ ചോദിക്കും അതിന്റെ ലെങ്ത് എങ്ങനെയാ കൺസിഡർ ചെയ്തത്? ലെങ്ത് ഒന്നും ഇല്ല. ഇപ്പൊ ഇതൊരു കണ്ടക്ടിവിറ്റി സെൽ ആണെങ്കിൽ ഇതിനകത്ത് ഒരു ആനോഡും ഇതിനകത്ത് ഒരു കാഥോഡും കാണും. ഇതാണ് ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ലെങ്ത് കണ്ടോ, ഈ ഇടഭാഗത്തെ ലെങ്ത് എടുക്കേണ്ടത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത്. ഏരിയ ഇത്രയും വെള്ളത്തിന്റെ ഏരിയ കണ്ടോ, ഇത്രയും ഭാഗത്തെ ആ ലിക്വിഡ് സൊല്യൂഷന്റെ അല്ലെങ്കിൽ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിന്റെ ഏരിയ എടുക്കും. അത് വെച്ചിട്ടാണ് അവർ കണ്ടുപിടിച്ചത്. അപ്പൊ അതിനുവേണ്ടി ഒരു സ്പെഷ്യലി ഡിസൈൻഡ് സെൽ അവർക്ക് അല്ലാതെ ചുമ്മാ ഒരു ഇലക്ട്രോലൈറ്റ് എടുത്തിട്ട് ഈ വീസ്റ്റേൺ ബ്രിഡ്ജിന്റെ ഒരു ആമിലെ ഒരു വയർ എടുത്തിട്ട് ഇങ്ങനെ മുക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇത് മുക്കിയിടുമ്പോൾ ഇത് ഇങ്ങോട്ടേക്കും ഒക്കെ വെള്ളത്തിന്റെ മൂവ്മെന്റ് മൂലം അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യം റെസിസ്റ്റൻസ് ഒന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. ലെങ്ത് വേരി ആവും, ഏരിയ വ്യത്യാസം വരും. അപ്പൊ അതിനുവേണ്ടിയാണ് അവർ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടിവിറ്റി സെല്ല് കണ്ടുപിടിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ ബാക്കിയായിട്ട് ഇങ്ങനെ എഴുതാം. However, for measuring the resistance of an ionic solution, we face two problems. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഫസ്റ്റ്ലി പാസിംഗ് ഈ റീസൺ അങ്ങ് എഴുതിക്കുക. എന്ന് ഞാൻ അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു. പാസിംഗ് ഡയറക്റ്റ് കറണ്ട് ത്രൂ electrolyte changes its composition. രണ്ടാമത്തെ പ്രോബ്ലം, secondly a solution cannot be connected to the eastern bridge. Like a metallic wire അത്രേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് നമ്മൾ ഒരു വീസ്റ്റേൺ ബ്രിഡ്ജ് ഞാൻ റഫായിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ഒരു വീസ്റ്റേൺ ബ്രിഡ്ജ് വേണ്ടി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇവിടെ ഒരു സെല്ലാണ്, ഡയറക്റ്റ് കറന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ കീയെ ഇവിടെ സർക്യൂട്ട് ക്ലോസ് ചെയ്യും. ഇതാണ് നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസ്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ഇരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഒരു കണ്ടക്ടിവിറ്റി സെൽ അവർ കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചു. നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കണ്ടക്ടിവിറ്റി സെല്ലുണ്ട്. ഇതിനകത്ത് ഒരു ആനോടും കാഥോഡും മുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു വയർ എടുത്തിട്ട് കാഥോഡിലോട്ട്, ഇവിടെ നിന്ന് ഒരു വയർ എടുത്ത് ആനോഡിലോട്ട് കണക്ട് ചെയ്തു. അപ്പൊ നമുക്കറിയാം ഇവിടെ കീ കൊടുത്തു കഴിഞ്ഞാൽ ഇതുവഴി പോകുന്ന കറണ്ട് ഈ വെള്ളത്തിൽ കൂടെ പോകും. വെള്ളത്തിൽ കൂടെ പോകുന്ന സമയത്ത് അതിന്റെ കണ്ടക്ടിവിറ്റി റെസിസ്റ്റിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇത് ആനോഡും കാഥോഡും ആയതുകൊണ്ട് തന്നെ ഈ ആനോഡ് നമ്മൾ 10ാം ക്ലാസ് ഇലക്ട്രോപ്ലേറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. ആനോഡ് എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ വെള്ളത്തിൽ അങ്ങ് അരിഞ്ഞു പോകും. എന്നിട്ട് കാഥോഡിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ശരിയല്ലേ? അങ്ങനെയല്ലേ പഠിച്ച ഇലക്ട്രോപ്ലേറ്റിംഗിനകത്ത്? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ആനോഡായിട്ട് എടുക്കുന്ന അയോൺ ഫുള്ള് ഈ ഇലക്ട്രോലൈറ്റിനകത്തോട്ട് ലയിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോലൈറ്റിന്റെ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യത്തില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇലക്ട്രോലൈറ്റിന്റെ റെസിസ്റ്റൻസ് കൃത്യം കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ അത് ലയിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തു എന്നറിയാമോ? അവര് ഈ ആൾട്ടർനേറ്റിംഗ്, ഈ ഡയറക്റ്റ് കറണ്ട് മാറ്റിയിട്ട് അവിടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുത്തു. അപ്പൊ ഇവിടെ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഒരിടത്ത് അലിഞ്ഞു മറ്റിടത്ത് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അലിയുമ്പോഴാണ് ഈ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ വ്യത്യാസം വരുന്നത്. ഓക്കെ, എന്നാൽ ഇത് അലിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ AC കൊടുത്താൽ മതി. എന്താണെന്നറിയോ? AC കൊടുക്കുമ്പോഴത്തേക്കും ആൾട്ടർനേറ്റിംഗ് കറണ്ടാ.
അതിന്റെ പൊളാരിറ്റി മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു സെക്കൻഡിൽ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആകും. അപ്പൊ അലിയാനുള്ള സമയം കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ പൊളാരിറ്റി മാറും. അപ്പൊ ഈ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കോമ്പോസിഷൻ എന്ത് ചെയ്യും? സെയിം ആയിട്ട് തന്നെ നിൽക്കും. അപ്പം എ സി മാറ്റി ഡി സി ആക്കിയപ്പോഴത്തേക്കും എന്താണ് അതിന്റെ ഒരു പ്രശ്നം മാറി. രണ്ടാമത്തേത് ഈ സൊല്യൂഷനെ ഈ ഡയറക്റ്റ് ആയിട്ട് ഈ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ. ആ പ്രശ്നം അവരെങ്ങനെ പരിഹരിച്ചു? ഇതേപോലെയുള്ള ഒരു എന്താണ് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടിവിറ്റി സെൽ അവർ കണ്ടുപിടിച്ചു. അതിന്റെ സഹായത്തോടു കൂടിയാണ് അത് എന്ത് ചെയ്തത്? അവരത് മാറ്റിയത്. അപ്പം നമുക്ക് അതിന്റെ മാറ്റം എങ്ങനെയാണെന്ന് കൂടെ എഴുതാം. The first difficulty is resolved by using an alternating current source of power. അതേപോലെ തന്നെ സെക്കൻഡ് പ്രോബ്ലം ഈസ് സോൾവ്ഡ്. പ്രോബ്ലം ഈസ് സോൾവ്ഡ് using specially designed conductivities. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടോ പ്രാവശ്യമേ? ഒന്നല്ല, ഒന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. അതായത് സ്പെഷ്യലി ഡിസൈൻഡ് കണ്ടക്ടിവിറ്റി സെൽ ആയതുകൊണ്ട് തന്നെ അവിടത്തെ ആ ഇലക്ട്രോഡ് തമ്മിലുള്ള ലെങ്തും ഇലക്ട്രോഡിന്റെ ഇടയിലുള്ള ആ ഇലക്ട്രോഡിന്റെ ഇടയിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉൾക്കൊള്ളുന്ന ഏരിയയും എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം ആ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് R = ρ L / A വെച്ചിട്ട് യൂഷ്വലി കണ്ടക്ടറിനെ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ ഇതിന്റെ റെസിസ്റ്റിവിറ്റി എന്താണ് സോളിഡ് കണ്ടക്ടറിനെ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ഇതിന്റെ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു കാര്യം കൂടെ എഴുതണം. അതായത് for a conductivity cell L/A value is constant. ശരിയല്ലേ? ലെങ്ത് കോൺസ്റ്റന്റ് ആണ്, അത് ഫോം ആക്കി വെച്ചിരിക്കുക, കോൺസ്റ്റന്റ് ആയി. അപ്പം L/A നെ നമ്മൾ G സ്റ്റാർ എന്ന് എടുക്കുന്നു. അതിനെ നമ്മൾ സെൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നു. ഈ G സ്റ്റാർ L/A കിടക്കുന്നിടത്തെല്ലാം ഈ G സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻസ് ഒക്കെ എന്തായി മാറും? നമ്മൾ റെസിസ്റ്റൻസ് ρ L/A എന്നല്ലേ എഴുതിയേ? ഇവിടെ ഒരു L/A ഇല്ലേ? അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് എന്തായിട്ട് മാറും? ρ × G സ്റ്റാർ ആയിട്ട് മാറും. അതേപോലെ തന്നെ എന്താണ് കണ്ടക്ടൻസ് G = A/ρ L എന്നല്ലേ എഴുതുന്നത്? അപ്പം അതിനെ G = നമുക്ക് ഇത് L/A ആണ് G സ്റ്റാർ, ഇത് A/A ആണ് 1/G സ്റ്റാർ ആണ്. അപ്പൊ ഇത് വരും 1/ρ G സ്റ്റാർ എന്ന് വരും. ശരിയല്ലേ? അതേപോലെ തന്നെ റെസിസ്റ്റിവിറ്റിനെ നമുക്ക് RA/L എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ RA/L എന്ന് പറയുന്നത് എന്താ? A/L ആണ്. A/L എന്ന് പറയുമ്പോഴത്തേക്കും 1/G സ്റ്റാർ ആണ്. അപ്പം R/G സ്റ്റാർ എന്ന് വരും. അതേപോലെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കാപ്പയാണ്. K = L/RA ആണ്. L/RA എന്ന് പറയുമ്പോൾ എന്താ? L/A എന്ന് പറയുമ്പോൾ G സ്റ്റാർ ആണ്. G സ്റ്റാർ ഡിവൈഡഡ് ബൈ. ഇങ്ങനെ ഇക്വേഷൻ മാറി. ഇത് ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. അതാണ്